ഹലോ ഗായ്സ്, ബ്രാൻഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നടന്ന ചെന്നൈ ഡൽഹി മാച്ചിൽ ചെന്നൈ 8 വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായാലും ചെന്നൈയുടെ ഒരു പ്ലേ ഓഫ് സാധ്യത അങ്ങനെ ഇന്നത്തെ കളി വിജയിച്ചവരെ അവർ നിലനിന്നിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സഞ്ജു വി സാംസന്റെ മികച്ച പ്രകടനത്തിൽ 52 ഗോളിൽ 87 റൺ, അതിൽ നല്ല പടുകൂറ്റൻ 6 സിക്സും 7 4 അടങ്ങിയ ഒരു ഒന്നാന്തര നല്ലൊരു ഇന്നിങ്സിലൂടെ ചെന്നൈയിന് 8 വിക്കറ്റില് വിജയം കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായിരുന്നാലും നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു ഇന്നിങ്സ് ആണ് സഞ്ജു വി സാംസൺ ഇന്നലെ നൽകിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിച്ച് എന്ന് പറഞ്ഞാൽ സ്ലോ പിച്ചാണ്. അങ്ങനെ പെട്ടെന്ന് വലിച്ചുവാരി അടിച്ച് വിക്കറ്റ് കളയാന്നല്ല വേറെ ഒരു ഗുണവുമില്ല ഇന്നത്തെ പിച്ചിന്റെ ആ ഒരു ഗുണമെന്നല്ല. സാധാരണ IPL മാച്ച് നടക്കുന്ന എല്ലാ പിച്ച് ഫ്ലാറ്റ് പിച്ചാണ്. ഫ്ലാറ്റ് പിച്ചിലൊക്കെ എല്ലാവരും അടിച്ച് തകർത്ത് അഭിഷേക് ശർമ്മ ഇവരെല്ലാം അടിച്ച് തകർക്കുന്ന ഫ്ലാറ്റ് പിച്ചിലാണ്. അതിപ്പം മുമ്പ് വരുന്ന എല്ലാ കളിയും ഫ്ലാറ്റ് പിച്ചായിരുന്നു. ഇന്നത്തെ കളി സ്ലോ പിച്ചായിരുന്നല്ലായിരുന്നു. റൺ പയ്യെ പതുക്കെ വരുള്ളൂ. പയ്യെ സ്റ്റാൻഡ് ചെയ്ത് കളിച്ച് അത് ഇന്നത്തെ കളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ എനിക്ക് തോന്നുന്നു 22 ഗോളിൽ 22 ആയിട്ട് നിൽക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഭയങ്കര പയ്യെ കളിക്കാൻ പറ്റും സ്ലോ പിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ കളിച്ച് ജയിക്കാൻ പറ്റുമെന്നും സഞ്ജു സാംസൺ തെളിയിച്ചിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ട കുട്ടികൾ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായ കളിയാണ്. നമുക്ക് വിരാട് കോഹ്ലിയിലൊക്കെ ചേസിങ്ങിനെ പോലെയൊക്കെ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കണ്ടിട്ട് തോന്നിപ്പോയി. അത്രയ്ക്ക് മനോഹരമായിട്ട് സ്ലോ പിച്ചിൽ പയ്യെ റണ്ണെടുത്ത് അടിക്കേണ്ട ബോൾ മാത്രം അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കാർത്തിക് ശർമ്മ പുള്ളി നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. 41 നോട്ട് ഔട്ട്. പുള്ളി നല്ല അതിമനോഹരമായി ബാറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ഇന്നലെ സഞ്ജു സാംസന്റെ ഒരു സെഞ്ചുറിയാണ് പ്രതീക്ഷിച്ചത്. ഒരു സ്ട്രൈക്ക് കൊടുത്തിരുന്നെങ്കിൽ സഞ്ജു സാംസന് ഒരു സ്ട്രൈക്ക് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു സെഞ്ചുറി കിട്ടിയേനെ. പക്ഷെ കളിക്ക് ശേഷം ഇന്റർവ്യൂവിൽ സഞ്ജു സാംസൺ പറഞ്ഞു കഴിഞ്ഞാൽ സെഞ്ചുറി പ്രതീക്ഷിച്ച് ഞാൻ ബാറ്റ് വീശി കഴിഞ്ഞാൽ ഞാൻ സെൽഫ്ലെസ് പ്ലെയർ ആയി പോകും. എപ്പോഴും ഞാൻ ടീം പ്ലെയർ ആണ്. ടീമിന് വേണ്ടിയാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. ടീമിന് വേണ്ടി ആവശ്യമായ ഘട്ടത്തിൽ ടീമിന് വേണ്ടി പെർഫോം ചെയ്യുന്ന ഒരു കളിക്കാരനാണ്. കാരണം അപ്പുറത്ത് മധ്യ സ്ട്രൈക്കിൽ നിന്ന് കാർത്തിക് ശർമ്മ മനോഹരമായി ബാറ്റ് ചെയ്യുന്നത്, നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നത്. അപ്പോഴും എനിക്ക് എന്റെ സെഞ്ചുറിക്ക് വേണ്ടി സിംഗിൾ എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും സെൽഫ്ലെസ് പ്ലെയർ ആയി മാറിപ്പോകും. അങ്ങനെ ഇന്റർവ്യൂവിൽ ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം സഞ്ജു സാംസൺ പറഞ്ഞത് എന്തുകൊണ്ടും നല്ലൊരു മികച്ച ഒരു കളിയായിരുന്നു ഇന്നലെ. അതുകൊണ്ട് എന്തായാലും ടേബിൾ 4ലേക്ക് വരാനുള്ള ചാൻസ് ചെന്നൈക്ക് കൂടിയിരിക്കുകയാണ്. ഇന്ന് അടുത്ത മാച്ച് 10-ാം തീയതി LSGയുടെ കൂടെയാണ്. അതും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാച്ച് 15-ാം തീയതി LSGയുടെ കൂടെയാണ്. എന്തായാലും ഈ 2 മാച്ച് തുടരെ ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 4ൽ എന്തായാലും എത്താമെന്ന് നമുക്ക് കരുതുന്നത്. എന്തായാലും ടീം നല്ല സെറ്റ് ആയിരിക്കും എന്ന് പറയപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ടീം മുൻപുള്ള ടീമിനെക്കാളും കളി സ്റ്റാർട്ട് ചെയ്ത് ചെന്നൈയുടെ കളി സ്റ്റാർട്ട് ചെയ്തുള്ളപ്പോൾ ഉള്ള ടീമിനേക്കാളും നല്ല ബെറ്റർ ടീമായി ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഉർവിൽ പട്ടേൽ വന്നതോടെ ടീം മൊത്തത്തിൽ സെറ്റ് ആയിരിക്കുകയാണ്. നല്ല ടീം നല്ല ബോളിങ്ങിനായിരുന്നു, ബാറ്റിങ്ങിനായിരുന്നു, എല്ലാവരും നല്ല പോലെ ഒരേപോലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചെന്നൈക്കായിരിക്കും സഞ്ജുവിലൂടെ, ചിലപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ സഞ്ജുവിലൂടെ ഇന്ത്യ 2020 വേൾഡ് കപ്പ് എടുക്കുമെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ചെന്നൈ അടുത്തൊരു കപ്പ് എടുക്കുന്നത് സഞ്ജുവിലൂടെ ആയിരിക്കും. ഇത് ചിലപ്പം യാഥാർത്ഥ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സഞ്ജു കളിക്കുന്ന എല്ലാ കളിയിലും, സഞ്ജു മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന എല്ലാ കളിയും ചെന്നൈ നല്ല രീതിയിൽ സ്കോർ എടുത്ത് വിജയിക്കുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ചെന്നൈ ഈ സീസണിൽ കപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ അത് സഞ്ജുവിന്റെ വല്ലാത്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കും. ഇമ്പാക്റ്റിലാണെന്നും ഞാൻ പറയേണ്ടത്. കാരണം അത്രയ്ക്ക് സഞ്ജു കളിക്കുന്ന എല്ലാ കളിയിലും സഞ്ജു 30% സ്കോർ ചെയ്ത എല്ലാ കളിയും ചെന്നൈ നല്ല രീതിയിൽ ജയിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ പ്രീവിയസ് ഗെയിം നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത 10-ാം തീയതി നടക്കുന്ന LSG ആയിട്ടുള്ള കളി, അതിലും സഞ്ജു നല്ല രീതിയിൽ ഫോമായി ടീം വിൻ ചെയ്ത് തിരിച്ചു വരട്ടെ, ആ പ്ലേ ഓഫിലേക്ക് ചാൻസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ കളി മനോഹരമായ ഒരു കളി നമുക്ക് സഞ്ജു സാംസൺ കാഴ്ചവെച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും സഞ്ജു സാംസന്റെ കളി കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഒരു നല്ലൊരു ടച്ച്. ആദ്യത്തെ സഞ്ജു സാംസന്റെ കളി എന്ന് പറഞ്ഞാൽ വന്ന് നിന്ന് അടിക്കും, ഒന്നും നോക്കൂല, ആരെയും നോക്കൂല. അവന്റെ ബോളായിരുന്നാലും അടിയോടടി 6. പക്ഷേ ഇപ്പോൾ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ശൈലി ആകപ്പാടെ മാറിയിരിക്കുകയാണ്. പയ്യ ക്ലാസ് ഷോട്ടുകളിലൂടെ സ്കോർ കണ്ടെത്തുക എന്നതാണ് സഞ്ജു സാംസന്റെ മെയിൻ പ്രയോറിറ്റി ആയിട്ട് മാറിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ കഴിഞ്ഞ എല്ലാ കളിയിൽ നിന്നും കണ്ടതനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാസിക് ഇന്നിങ്സ് കളിക്കുക, വിരാട് കോഹ്ലിനെ പോലെ ക്ലാസിക് ഇന്നിങ്സ് കളിച്ച് ടീമിനെ വിജയത്തിൽ എത്തിക്കുക എന്നുള്ളൊരു
മെയിൻ പ്ലെയറായി മാറുന്ന സഞ്ജുവിനെയാണ് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അത് ഒരു മനോഹരമായ ഒരു തീരുമാനമായി മാറി കഴിഞ്ഞു സഞ്ജു സാംസൺ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇന്നിങ്സ് ആണ് നമുക്ക് എപ്പോഴും 2020 എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് എല്ലാ ബോളും സിക്സ് അടിക്കുന്ന കളി മാത്രമല്ല 2020. നല്ല നിന്ന് സ്ട്രൈക്ക് കൊടുത്ത് പയ്യ നിന്ന് സ്കോർ ചെയ്യുന്നതും 2020 ആണ്. കാര്യം ഇന്നലെ സഞ്ജുവിന്റെ റൺ റേറ്റും നല്ല കുറഞ്ഞു വരുമ്പോഴും സഞ്ജു റൺ റേറ്റും കറക്റ്റ് അതേപോലെ കൊത്തിക്കൊണ്ടുപോവുകയാണ്. അതേ നല്ല രീതിയിൽ സഞ്ജു കളിക്കുകയാണ്. അതാണ് വേണ്ടത്. സഞ്ജു സാംസന്റെ ഇന്നിങ്സ് മൊത്തത്തിൽ മാറി. നല്ല ക്ലാസ് ഇന്നിങ്സിലോട്ട് വിരാട് കോഹ്ലിനൊക്കെ പോലെ നല്ല ക്ലാസ് ആയിട്ട് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നത്. അത് എന്തുകൊണ്ട് എനിക്കും സഞ്ജുവിന്റെ ആരാധകർക്ക് എല്ലാവർക്കും മനോഹരമായ സന്തോഷമാണ് നൽകുന്നത്. എന്തായാലും ഇന്നലത്തെ കളിയിലൂടെ എല്ലാവർക്കും വലിയൊരു സന്തോഷം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്തായാലും ഇനി അടുത്ത 10-ാം തീയതി LSG ആയിട്ട് നടക്കുന്ന കളിയിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ചെന്നൈ ജയിക്കുമെന്നാണ് 100% വിശ്വാസം. ചെന്നൈ ജയിക്കട്ടെ, സഞ്ജു നല്ല രീതിയിൽ ഫോം ആവട്ടെ. സഞ്ജുവിന്റെ 3ാമത്തെ സെഞ്ചുറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്നലെ അത് മിസ്സായിട്ടുണ്ട്. എന്നാലും അടുത്ത കളിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം സഞ്ജുവിന്റെ 3ാമത്തെ സെഞ്ചുറി. തീർച്ചയായിട്ടും സഞ്ജു സെഞ്ചുറി അടിക്കട്ടെ, ചെന്നൈ അടുത്ത കളിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഭ്രാന്തന്റെ പുതിയ വീഡിയോ ആയിട്ട് ഭ്രാന്ത വരികയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബൈ ഫ്രം ഭ്രാന്തൻ.